ഇനി നമുക്ക് വളരെ പെട്ടെന്നൊരു മിക്സ്ചർ തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 കപ്പ് അരിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അരിപ്പൊടി ഇടുന്ന വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ സേവനായിലിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ വളരെ ടൈറ്റായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മുടെ ഇതേ മാവിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതൊരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയിട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹോളുള്ള തവിയിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ചെറിയ ചെറിയ ബൂന്തികളായിട്ട് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അത്യാവശ്യം നല്ല മുങ്ങിക്കിടക്കുന്ന ഓയിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ്. അതിനു വേണ്ടി വറക്കാത്ത നിലക്കടല എടുത്ത് ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കിത് വറുത്ത് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അധികം വേവത്തില്ല. ഇനി നമുക്കിതൂടെ ഇതിലേക്ക് കോരി മാറ്റാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചൂടായ എണ്ണയിലിട്ട് നമുക്കിത് ഒന്ന് വറുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ വറുത്ത് വെച്ച പൊട്ടുകടല ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി തൊലിയോടെ എടുത്ത് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചതിന് ശേഷം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ മിക്സ്ചറിനെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.